കോവിലിനകത്ത് ഒരു രഹസ്യ അറയുണ്ട്. അപ്പോൾ അറയൊന്ന് കാണണം. അപ്പോൾ പൂട്ടിയിട്ട അറയാണ്. അപ്പോൾ അതൊക്കെ കണ്ടു, തിരിച്ചു വന്നു. അപ്പോൾ ദർശനമല്ല, സന്ദർശനമാണ് നടത്തിയത്. കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികനായിരുന്ന ഏലംകുളം മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ ഭാര്യ ആര്യ അന്തർജനം തികഞ്ഞ ഭക്തയായിരുന്നു എന്നും കേട്ടിട്ടുണ്ട്. അന്തർജനത്തിൻ്റെ ആവശ്യപ്രകാരം ഒരിക്കൽ അജന്ത എല്ലോറ ഗുഹാക്ഷേത്രം കാണാൻ EMS നമ്പൂതിരിപ്പാടും പോയി. അതുമായി ബന്ധപ്പെട്ട് പത്രപ്രവർത്തകർ ചോദിച്ചപ്പോൾ നമ്പൂതിരിപ്പാട് പറഞ്ഞത്, ഞാൻ ശില്പചിത്രകലകൾ ആസ്വദിക്കാൻ പോയതാണ് എന്നായിരുന്നു. കമ്മ്യൂണിസ്റ്റുകാർ കപടഭക്തരാണെങ്കിലും അവരുടെ ഭാര്യമാർക്ക് കൈനോട്ടം, ജ്യോതിഷം, ക്ഷേത്രദർശനം, ശകുനം, ക്ഷുദ്രം, സായിബാബ എന്നിവയിൽ ബഹുവിശ്വാസമാണ്. പാർട്ടിയുടെ പൊതുസമ്മേളനവും പ്രകടനവും നടക്കുമ്പോൾ മഴ പെയ്യാതിരിക്കാൻ പഴവങ്ങാടി ഗണപതിക്ക് നാളികേരമുടച്ച നേതാക്കൾ വരെ പിന്നീടുണ്ടായി. ഒരിക്കൽ BJP നേതാവായ PP മുകുന്ദൻ തിരുവനന്തപുരത്ത് പ്രസംഗിക്കുന്നത് കേട്ടു. എനിക്കറിയാവുന്ന പിണറായി വിജയൻ്റെ ഭാര്യ കമല ഉത്തമയായ ഒരു ഭക്തയാണ് എന്നായിരുന്നു. അത് സത്യമാണെന്ന് തെളിയിച്ചുകൊണ്ട് അമ്മയും മകളും കൂടി തഞ്ചാവൂരിൽ ബൃഹദേശ്വര ക്ഷേത്രം സന്ദർശിക്കാൻ പോയത് നമ്മൾ കണ്ടു. ആ സമയം പിണറായി വിജയൻ കഫിയ അണിഞ്ഞ് പാലസ്തീന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുമ്പ് പിണറായി വിജയൻ്റെ മകൻ പരിവാരസമേതം ഗുരുവായൂർ അമ്പലത്തിൽ ചെന്നതും അത് കണ്ടുപിടിച്ച ഫോട്ടോഗ്രാഫറെ കയ്യേറ്റം ചെയ്തതും വാർത്തയായിരുന്നു. ഞാൻ കണ്ടച്ച കൃഷ്ണനിരിക്കുന്ന സ്ഥലമെന്ന് അച്ഛനോട് ചെന്ന് പറയുകയും ചെയ്തു മകൻ. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഏതെങ്കിലും ക്ഷേത്രത്തിൻ്റെ പരിസരത്തെങ്ങാനും ചെന്നാൽ ഒളിഞ്ഞു നോക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ രീതി. തെരഞ്ഞെടുപ്പ് കാലത്ത് മുൻ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംകൊള്ളി സുരേന്ദ്രൻ ഭദ്രകാളിയെ വിളിച്ച് നാട്ടുകാരെ മുഴുവൻ ശപിക്കുന്നതും എല്ലാവരും അനുഭവിക്കുമെന്ന് പ്രാകുന്നതും നമ്മൾ കേട്ടതാണ്. തലവഴി മുണ്ടിട്ട് ചെല്ലുന്ന ഭക്തന്മാരെ എല്ലാ ദൈവങ്ങൾക്കും വലിയ ഇഷ്ടമാണ്. തലയിൽ തുണിയിട്ട് കുടിക്കാൻ ചെല്ലുന്ന കുലീനന്മാരായ കള്ളുകുടിക്കാരെ കള്ളു ഷാപ്പുകാർക്കും വലിയ ബഹുമാനവും ഇഷ്ടവുമാണ്. ആരെങ്കിലും എവിടെയെങ്കിലും കണ്ണിൽപ്പെട്ടാൽ ഇറങ്ങി ഓടുന്നതാണ് സഖാക്കളുടെ ഒരു രീതി. ഇപ്പോഴിതാ കണ്ണൂരെ PJ ആർമിയുടെ ക്യാപ്റ്റനും ചെഞ്ചോര പൂങ്കതിരുമായ നമ്മുടെ P ജയരാജൻ സഖാവ് ക്ഷേത്ര ദർശനം നടത്തിയത് വലിയ വിവാദമായിരിക്കുന്നു. കൊടുങ്ങല്ലൂർ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലാണ് അദ്ദേഹം ദർശനം നടത്തിയത്. ക്ഷേത്രത്തിൽ ചാന്താട്ടം കഴിഞ്ഞ സമയമായതിനാൽ ദേവീ വിഗ്രഹത്തിൽ തിരുവാഭരണങ്ങൾ ചാർത്തിയിരുന്നില്ല. അതിനെപ്പറ്റിയൊക്കെ ജീവനക്കാരോട് ചോദിച്ച് അദ്ദേഹം മനസ്സിലാക്കി. തുടർന്ന് ക്ഷേത്രത്തിലെ നടപ്പന്തലിനോട് ചേർന്ന് കോഴിക്കല്ല്, കിഴക്കേ നടയിലെ തവിട്ടുമുത്തി, പടിഞ്ഞാറേ നടയിലെ വസൂരിമാല എന്നിവിടങ്ങളിലും പ്രദക്ഷിണ വഴിയിലൂടെ എത്തി. താൻ സന്ദർശനത്തിന് വന്നതാണ്, തൊഴാൻ വന്നതല്ല എന്നായിരുന്നു പിന്നീട് വിശദീകരിച്ചത്. ക്ഷേത്രത്തിനകത്തു കയറിയതായി ആരും കണ്ടിട്ടില്ല. ചില ഭക്തർ മനസ്സുരുകി പുറത്തുനിന്ന് വിളിച്ചാലും ഭഗവതിമാർ ഇറങ്ങിച്ചെല്ലാറുണ്ട്. അരമണിക്കൂറിൽ താഴെ സമയം മാത്രമാണ് ക്ഷേത്രത്തിൽ അദ്ദേഹം ചെലവഴിച്ചത്. കുടുംബവും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ജയരാജൻ സഖാവ് പുറത്തെ കാഴ്ചകളും കോഴിക്കല്ലുമൊക്കെ കണ്ടു നിൽക്കുമ്പോൾ ബന്ധുക്കൾ അകത്ത് കയറി വഴിപാടുകൾ ചീട്ടാക്കി. അതിൻ്റെ ഒരു ഓഹരി എന്തായാലും P ജയരാജനും കിട്ടാതിരിക്കില്ല. ക്ഷേത്രവും ദൈവവും ഇല്ലെന്ന് പ്രസംഗിക്കുന്നവർ ക്ഷേത്രത്തിലെത്തുന്നത് കാണുമ്പോഴാണ് ഒരു പൊടി രസം. കൊച്ചിയിലേക്ക് പോകും വഴി ചായ കുടിക്കാൻ നിർത്തിയപ്പോൾ ക്ഷേത്രം സന്ദർശിച്ചു എന്ന ജയരാജൻ്റെ പ്രസ്താവനയും ചർച്ചയായി. ഇന്ന് എറണാകുളത്തൊരു കേസിന് വരുന്ന ഘട്ടത്തിൽ അവിടെ ഇടയ്ക്ക് ചായ കുടിക്കാൻ ഒരു ഹോട്ടലിൽ കയറി. അപ്പോൾ അത് കൊടുങ്ങല്ലൂർ കാവിൻ്റെ തൊട്ട് മുന്നിലാണ്. അപ്പോൾ കൊടുങ്ങല്ലൂർ കാവിൽ ഇതേവരെ ഞാൻ സന്ദർശിച്ചിട്ടില്ല. ജയരാജൻ ഇപ്പോൾ പുസ്തക രചനയിലാണ്. സനാതനികളുടെ ഹിന്ദുത്വ വഴികൾ എന്ന തൻ്റെ പുസ്തകത്തിൻ്റെ രചനയുമായി ബന്ധപ്പെട്ടാണ് ക്ഷേത്രത്തിലെത്തിയതെന്നും അദ്ദേഹം പറയുന്നു. എന്നാൽ ഇത് കേവലം സന്ദർശനം മാത്രമായിരുന്നു. ഇത്രയും കാലമായിട്ടും കൊടുങ്ങല്ലൂർ കാവിൽ ചെല്ലാൻ P ജയരാജന് ധൈര്യം വന്നില്ല. സിദ്ധാന്തമെല്ലാം മൂടോടെ ദ്രവിച്ച് ഇളകി വീഴാൻ പരുവത്തിന് നിൽക്കുമ്പോഴാണ് സഖാക്കൾക്കൊക്കെ ഭക്തി മൂത്തിരിക്കുന്നത്. P ജയരാജനെ കണ്ണൂരിൽ ആരെങ്കിലും ഒന്ന് ആരാധിച്ചാൽ അന്ന് തന്നെ പാർട്ടി നടപടിയെടുക്കുന്നതായിരുന്നു രീതി. കുറുമ്പ ഭഗവതിയെ കാണാൻ പോയ P ജയരാജനെതിരെ പാർട്ടി അടിയന്തര കമ്മിറ്റി കൂടി നടപടിയെടുക്കാൻ സാധ്യതയുണ്ട്. പ്രതിപക്ഷ നേതാവിനെ പിന്നീട് തീരുമാനിച്ചാൽ മതി. P ജയരാജനും കൂടി ഭക്തിമാർഗത്തിലേക്കെങ്ങാനും തിരിഞ്ഞാൽ പാർട്ടിയുടെ അവസ്ഥ അതിദയനീയമായിരിക്കും. എല്ലാത്തിനും പിണറായിക്കും കുടുംബത്തിനും മാത്രമേ അനുവാദമുള്ളൂ. ഭക്തി, ധൂർത്ത്, ഹുങ്ക്, ഏകാധിപത്യം, സ്വയം ഞെളിച്ചിൽ ഇവയെല്ലാം ആ കുടുംബത്തിന് മാത്രമായി നിജപ്പെടുത്തിയിരിക്കുന്നു. പരശുരാമൻ പ്രതിഷ്ഠിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്ന കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ വനദുർഗയായിട്ടാണ് ഭഗവതി കുടികൊള്ളുന്നത്. ചിലപ്പതികാരത്തിലെ കണ്ണകിയുമായും ക്ഷേത്രത്തിന് വലിയ ബന്ധമുണ്ട്. മീനമാസത്തിലെ കാവുതീണ്ടലാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം.
ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചരിത്രം അറിയാനാണ് അവിടെ പോയതെന്നാണ് പി ജയരാജൻ പറയുന്നത്. ചരിത്രം നോക്കി എഴുതാൻ അമ്പലത്തിനകത്ത് കയറണമെന്നില്ല. ചരിത്രം അറിയാവുന്നവർ പുറത്ത് കാണും, അവരോട് ചോദിച്ച് മനസ്സിലാക്കിയാൽ മതി. ഞാനിവിടെ വന്ന കാര്യം ആരോടും പറയരുതേ എന്ന് ഭഗവതിയോട് പറഞ്ഞിട്ടാണ് ജയരാജൻ ഇറങ്ങിപ്പോന്നത്. പ്രാചീന സംസ്കൃതിയുടെ ഒരു സ്മാരകം എന്ന നിലയിൽ അമ്പലങ്ങളിലും കാവുകളിലും കമ്മ്യൂണിസ്റ്റുകാർ പോകുന്നതിൽ വല്ല തെറ്റുമുണ്ടോ? യാതൊരു തെറ്റുമില്ല. പക്ഷേ ആളുകൾ തിരിച്ചറിയുമ്പോൾ ഇറങ്ങി ഓടിയേക്കരുത്. അദ്ദേഹം തൊഴാൻ പോയതാണോ അതോ ചരിത്രം മനസ്സിലാക്കാൻ പോയതാണോ എന്ന് ആർക്കറിയാം. നാട് മുഴുവൻ തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസത്തെ കണ്ണൂർ ജില്ലയിലെങ്കിലും പിടിച്ചു നിർത്താൻ കണ്ണകിക്ക് കഴിയുമെന്ന വിശ്വാസം കൊണ്ടാണ് ജയരാജേട്ടൻ അവിടെ പോയതെന്നും വിശ്വസിക്കാം. എന്തായാലും കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ കണ്ടിട്ടില്ലാത്ത ചില പ്രവണതകളാണ് ഇപ്പോൾ കണ്ടു തുടങ്ങിയിട്ടുള്ളത്. അമ്പലത്തിലും കാവിലുമൊക്കെ അവർ പോകാറുണ്ട്. തെയ്യങ്ങൾ ഉറഞ്ഞാടി വരുമ്പോൾ അതിൻ്റെ മുമ്പിൽ നിന്ന് പ്രസാദം വാങ്ങും, അനുഗ്രഹം തേടും. ഭൗതികവാദികളായ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇതിനു മുമ്പ് ഇതൊക്കെ നിഷിദ്ധമായിരുന്നു. പോയാൽ തന്നെ ഒരു നിശ്ചിത അകലം പാലിക്കുമായിരുന്നു. ക്ഷേത്രവിശ്വാസം, ബൂർഷ്വാകളുമായുള്ള ബന്ധം എന്നീ നിലകളിലൊക്കെ അവർക്ക് വലിയ മാറ്റം സംഭവിച്ചിരിക്കുന്നു. പക്ഷേ വാരിക്കുന്തത്തിൻ്റെ കാലത്തെ വർഗവഞ്ചകൻ എന്ന വിളി മാത്രം അവരിപ്പോഴും ഉപേക്ഷിച്ചിട്ടില്ല. ഭക്തി എന്നത് പ്രകടിപ്പിക്കാനുള്ളതല്ല, അത് അവനവൻ്റെ ആത്മാവിൻ്റെ അന്തരാളങ്ങളിൽ കുടികൊള്ളാനുള്ളതാണെന്നൊക്കെയാണ് കമ്മികൾ പി ജയരാജനെ ന്യായീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ജ്യോതിഷിയെ പോയി കണ്ടപ്പോൾ ജയരാജൻ്റെ രാഷ്ട്രീയ ഭാവി തുലാസിലാണെന്നും ഈശ്വരവിശ്വാസം കൊണ്ട് ഇനി ഇതൊക്കെ തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നും കബഡി നിരത്തി പറഞ്ഞോ എന്തോ. അതിനുള്ള വഴിപാടുകൾ നടത്താനാണ് ബന്ധുക്കളെയും കൊണ്ടുവന്നത്. ഭരണമെല്ലാം പോയി ഇനിയിപ്പോൾ എന്തെങ്കിലും സംഭവിച്ചാൽ നെഞ്ചിനു വേദനയാണെന്നും പറഞ്ഞ് ചത്ത പോലെ കിടന്നതുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഈ ചെന്താരകൻ ഒരു ചെമ്പട്ടും വാങ്ങി കൊടുങ്ങല്ലൂർക്ക് വിട്ടത്. ശബരിമല ശ്രീകോവിലിൻ്റെ മുമ്പിൽ മാക്രി വരാലിനെ വിഴുങ്ങിയതുപോലെ നിൽക്കുന്ന ചില സഖാക്കളുണ്ട് വയറും താങ്ങി. ആ വർഗത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരുത്തൻ ഈ തെരഞ്ഞെടുപ്പിൽ ഗുണം പിടിച്ച ചരിത്രമുണ്ടോ? ആ അമ്പലവാസവനെ അയ്യപ്പൻ നിലം തൊടുവിച്ചോ? മഴയും മഴക്കോട്ടും കാണുമ്പോൾ പുളകം കൊള്ളുന്ന സുരേന്ദ്രൻ്റെ അവസ്ഥ കണ്ടില്ലേ? നട തുറക്കുമ്പോൾ വയറും താങ്ങി നിൽക്കുമായിരുന്നെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ജി സുധാകരൻ അയ്യപ്പനോട് ഭക്തിയുണ്ടായിരുന്നു. അതുകൊണ്ട് തൽക്കാലം രക്ഷപ്പെട്ടു, ജീവിതം വഴിമാറി. ചെയ്തു കൂട്ടിയ ദുഷ്കർമ്മ ഫലങ്ങൾക്കൊക്കെ പ്രതിക്രിയകൾ ചെയ്യിക്കാതെ ഒരുത്തനെയും ഈ ഭൂമിയിൽ നിന്നും കാലം പറഞ്ഞു വിട്ടിട്ടില്ല. ജയരാജൻ്റെ കൊടുങ്ങല്ലൂർ സന്ദർശനത്തെ ഭക്തിയായി വ്യാഖ്യാനിച്ച് വാർത്ത നൽകിയ ചാനലുകൾക്കും പത്രങ്ങൾക്കുമെതിരെയാണ് ഇപ്പോൾ കമ്മികൾ ഉറഞ്ഞു തുള്ളുന്നത്. ഒരു എഴുത്തുകാരൻ ചരിത്രം പഠിക്കാൻ ആരാധനാലയങ്ങളിൽ പോകുന്നത് തെറ്റാണോ എന്ന് അവർ ചോദിക്കുന്നു. പി ജയരാജൻ എഴുതാൻ പോകുന്ന പുസ്തകം ഇറങ്ങിയിട്ട് വേണമല്ലോ ഈ നാട്ടിലെ സനാതന ധർമ്മികൾ കഞ്ഞി കുടിക്കാൻ. കണ്ണൂരിൽ പോലും മുച്ചൂടും മുടിഞ്ഞ് വെറും കേരളദേശം പാർട്ടിയായി അധപ്പതിച്ചിരിക്കുന്ന ഈ പ്രസ്ഥാനത്തെ എങ്ങനെയെങ്കിലും കരകയറ്റാൻ വല്ല പുസ്തകമോ പാട്ടോ എഴുതാൻ നോക്കൂ ജയരാജ. ഇനിയുള്ള കാലം കണ്ണൂർ സഖാക്കളുടെ ജീവിതം അത്ര സുഖകരമാകണമെന്നില്ല. ഒരു പകുതി പ്രജ്ഞയിൽ നിഴലും നിലാവും, മറുപകുതി പ്രജ്ഞയിൽ കരിപൂശിയ വാവും എന്ന മട്ടിലാണ് അവിടുത്തെ സഖാക്കളുടെ ജീവിതം ഇപ്പോൾ. കണക്ക് ചോദിക്കുന്നവനെ കള്ളനാക്കിയും ചോദ്യം ചോദിച്ചവനെ കൂവി തോൽപ്പിച്ചും ജയിക്കാമെന്നും പിടിച്ചടക്കാമെന്നും കരുതിയതൊക്കെ വ്യർത്ഥമായി. കൊടുങ്ങല്ലൂരമ്മയുടെ മുമ്പിലെത്തിയ പി ജയരാജന് അവിടുത്തെ കോഴിക്കല്ലാണ് ഏറെ പിടിച്ചത്. കാലത്തിൻ്റെ ബലിക്കലിൽ തലയറഞ്ഞുകൊണ്ടിരിക്കുന്ന തൻ്റെ പ്രസ്ഥാനത്തെപ്പറ്റിയും ചോര ചിന്തിയ രക്തസാക്ഷികളെപ്പറ്റിയും കൊല്ലപ്പെട്ട മനുഷ്യനെപ്പറ്റിയും തങ്ങളുടെ പാർട്ടി കൊന്നുതള്ളിയ മനുഷ്യനെപ്പറ്റിയുമൊക്കെ അപ്പോൾ പി ജയരാജൻ ഓർത്തിട്ടുണ്ടാകും. ഇങ്ങനെ പോയാൽ നാളെ സഖാക്കളും ഡിവൈഎഫ്ഐക്കാരുമൊക്കെ കോമരം തുള്ളാനും കാവ് തീണ്ടാനും പോകില്ലെന്ന് ആര് കണ്ടു? എന്തായാലും പി ജയരാജൻ്റെ വിശദീകരണമാണ് രസം. ഇത് ദർശനമല്ല, സന്ദർശനമാണ്. വരും വഴി ചായ കുടിക്കാൻ ഇറങ്ങിയതാണ്. കോവിലിനുള്ളിൽ പൂട്ടിയിട്ടിരിക്കുന്ന ഒരറയുണ്ട്. അതൊക്കെ ഒന്ന് തുറന്നു കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. തുറന്നു കണ്ടു. ഞാൻ അവിടെ പ്രാർത്ഥിച്ചിട്ടേയില്ല. കാവുകളുടെ കാവ് എന്നാണ് കൊടുങ്ങല്ലൂരിലെ കുറുമ്പക്കാവിനെ അറിയപ്പെടുന്നത്. ഇവിടെ നിന്നും ആവാഹിച്ചു കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചതാണ് കേരളത്തിലെ മിക്ക ഭഗവതി ക്ഷേത്രങ്ങളിലെയും ദുർഗമാരെ. കയ്യിൽ കരുതിയ അരിവാളിലേക്ക് കുറുമ്പാ ഭഗവതിയെ ആവാഹിച്ച് കണ്ണൂർക്ക് കൊണ്ടുപോകാനുള്ള പരിപാടിയായിരുന്നു ജയരാജൻ്റെ ഈ സന്ദർശനം. ക്ഷേത്രത്തിൻ്റെ രഹസ്യ അറയിൽ കണ്ണകിയുടെ അവശിഷ്ടങ്ങളുണ്ടെന്ന് VT ഇന്ദുചൂടൻ എന്ന ഗ്രന്ഥകാരൻ എഴുതിയിട്ടുണ്ട്. ജയരാജൻ പറഞ്ഞത് ആ രഹസ്യ അറകളൊക്കെ തുറന്നു കണ്ടു എന്നാണ്. അവിശ്വാസിയായ ഒരുത്തന് എസ്കർഷന് പോകാനുള്ള സ്ഥലമാണോ കുറുമ്പക്കാവ്? പ്രത്യക്ഷ ഫലം നൽകുന്ന പ്രത്യക്ഷ രക്ഷാമൂർത്തി എന്നാണ് കൊടുങ്ങല്ലൂരമ്മയെ അറിയപ്പെടുന്നത്. ഭഗവതിയെ ദർശിച്ച് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുന്നു എന്നാണ് വിശ്വാസം. കടുത്ത ആപത്തുകൾ, മാറാരോഗങ്ങൾ, പ്രശ്നങ്ങൾ എന്നിവ ഉണ്ടായാൽ
അവ തടയാനും വലിയ ആപത്തുകൾ ഉണ്ടായാൽ സംരക്ഷിക്കാനും കൊടുങ്ങല്ലൂരമ്മ ശക്തയാണെന്നാണ് വിശ്വാസികളുടെ ദർശനം. അങ്ങനെ നോക്കുമ്പോൾ പി ജയരാജൻ പറഞ്ഞ കാര്യത്തിൽ ഒരു ശരിയുണ്ട്. എറണാകുളത്തൊരു കേസിൻ്റെ ആവശ്യത്തിന് പോയിട്ട് വരുമ്പോഴാണത്രേ കൊടുങ്ങല്ലൂർ കാവിൽ എത്തിച്ചേർന്നത്. ഇനിയുള്ള ദിവസത്തിൽ പി ജയരാജൻ്റെ ജീവിതത്തിൽ എന്ത് പുരോഗതി ഉണ്ടായാലും അത് കൊടുങ്ങല്ലൂർ അമ്മയെ ദർശിച്ചതിൻ്റെ ഫലമാണെന്ന് വിശ്വാസികൾ കരുതുന്നതിൽ ഒരു തെറ്റുമില്ല. മറിച്ച് പിണറായി വിജയൻ്റെ മകനും കുടുംബവും അമ്പലങ്ങളിൽ പോയി കള്ളത്തൊഴിൽ തൊഴുന്ന പോലെയാണെങ്കിൽ അതിൻ്റെ ഫലവും കിട്ടും. ഇപ്പോൾ അനുഭവിച്ചല്ലോ. പിണറായി വിജയൻ്റെ പ്രതാപം മങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഇനി സഖാക്കൾക്ക് പി ജയരാജനിലാണ് തെല്ലു പ്രതീക്ഷയുള്ളത്. ആണുങ്ങളെപ്പോലെ അന്തസ്സായി ഒറ്റമുണ്ടും ഉത്തരീയവും ധരിച്ച് നടയിൽ തൊട്ട് വണങ്ങി അകത്ത് കയറി പ്രദക്ഷിണം നടത്തി പ്രസാദം വാങ്ങി നെറ്റിയിലിട്ട് അമ്മേ ഭഗവതി കാത്തുകൊള്ളണേ എന്ന് പറഞ്ഞാൽ ആകാശം ഇടിഞ്ഞ് വീഴുമോ ജയരാജ? സനാതനികളുടെ ഹിന്ദുത്വ വഴികൾ തേടി ഇറങ്ങാതെ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മുന്നോട്ടുള്ള വഴി തേടി ഒരു യാത്ര ചെയ്യണം ജയരാജൻ. സനാതന ധർമ്മികളുടെ അണ്ണാക്കിലടിക്കാൻ ചെന്ന അയലത്തെ സ്റ്റാലിൻ്റെ അവസ്ഥ മനസ്സിലായിട്ടുണ്ടാകുമല്ലോ.